ജൂലിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോ വന്നിരിക്കുന്നത് ലിൻസി ആന്റിയുടെ കിച്ചൺ ഗാർഡനിലേക്കാണ്. നമുക്കത് കാണാം. ഹലോ ഗായ്സ് അപ്പൊ നമ്മൾ 12 വർഷമാണ് നമ്മുടെ അടുക്കളത്തോട്ടം ഈ ഒരു ഖത്തർ മണ്ണിൽ തികച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ അടുക്കളത്തോട്ടം ഓരോ വർഷവും കൂടുതൽ മെമ്പേഴ്സ് കൂടി ചേർന്ന് വളർന്ന് പന്തലിച്ച് വരികയാണ്. യെസ്, അതിന്റെ ഭാഗമായിട്ട് നമുക്കൊരു പുതിയ മെമ്പറിന്റെ കിച്ചൺ ഗാർഡൻ കാണണ്ടേ. നമ്മൾ വന്നിരിക്കുന്നത് ലിൻസി സിജോയുടെ ഈ പേര് ഇച്ചിരി ഞാനൊന്ന് വളർത്തായിരുന്നു. ലിൻസി സിജോയുടെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് meet the family. Let's walk around their kitchen garden. So the family is here. Hi. അപ്പൊ നമ്മള് ഒരു ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ഫാമിലി ഈ നമ്മുടെ ഒരു ലൈവില് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ കിച്ചൺ ഗാർഡൻ. ഇദ്ദേഹത്തെ കുറിച്ച് ഈ ഒരു സ്പെഷ്യൽ വ്യക്തിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ബൈ ദ വേ ഒന്ന് ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്തേ. ഞാൻ ലിൻസി സിജോ എസ്എംസിയിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇത് എന്റെ ഹസ്ബൻഡ് ഓൾറൈറ്റ്. ഹിബോസിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, അമ്മ ഗ്രേസി, ഇത് മോള് അൽന 6th ഗ്രേഡിൽ പഠിക്കുന്നു. ആർബി ഗ്രേഡ് 1. രണ്ടുപേരും ഒലിവ് ഇന്റർനാഷണൽ പഠിക്കില്ല അല്ലേ? യെസ്. അപ്പൊ ഒരുപാട് വർഷമായോ ഖത്തറില്? 16 വർഷം. അധികം ആയിട്ടില്ല, 16 വർഷം. ഞാൻ ജനിച്ച വർഷം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. 9 years ആയ വർക്ക് ചെയ്യുന്നത് അല്ലെ. അമ്മ ഇങ്ങനെ വന്നു പോവാണോ അതോ ഇവിടെ പെർമനന്റ് ആയിട്ട് നിൽക്കുവാണോ? റെസിഡൻസിയിലാണ്. അപ്പൊ മോളുടെ ഈ ഒരു കിച്ചൺ ഗാർഡനില് ഞാൻ എനിക്ക് അമ്മയോട് ചോദിക്കാനുള്ളത്, എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? സ്വന്തം അമ്മ അല്ലെ, ഗ്രേസി. നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പൊ ഗ്രേസി ആന്റി മകളുടെ ഈ ഒരു വർക്ക് ചെയ്യുന്നു, വീട്ടമ്മ, ഈ ഒരു കിച്ചൺ ഗാർഡൻ, എന്താണ് ഒരു അമ്മ എന്നുള്ള നിലയ്ക്കുള്ള ഒരു സന്തോഷം എന്താണെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞത്. ഞാനിവിടെ വന്നിട്ട് കാണുന്നു അത്യാവശ്യം സഹായിക്കുന്നുണ്ട് നനയ്ക്കാനൊക്കെ. ബാക്കിയുള്ളതൊക്കെ ഒരു രണ്ടാളും കൂടെ വെക്കുന്നു. രണ്ടുപേരാണ്. എനിക്ക് തോന്നുന്നു രണ്ടുപേരും മാത്രല്ല, ഈ ഒരു ടീമാണ് ഇവിടെ. അതിനെ കുറിച്ച് എനിക്ക് കൂടുതൽ പറയാനുണ്ട് കേട്ടോ. ഇതിൽ ഒരുപാട് സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബൈ ദ വേ, നമ്മുടെ ഈ ഒരു വീഡിയോയിലല്ലേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ക്വസ്റ്റ്യന് കമന്റ് ചെയ്യുക. നിങ്ങൾ ഇത് ചെയ്താൽ നെക്സ്റ്റ് വീഡിയോയില് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് അത് നമ്മൾ നെക്സ്റ്റ് ലൈവില് പ്രഖ്യാപിക്കുന്നതാണ്. ലൈവായിട്ട് വിന്നറിനെ പ്രഖ്യാപിക്കും. സോ വെയിറ്റ് ഫോർ ദ ക്വസ്റ്റ്യൻ. ഞാൻ അത് പറയുന്നതാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ പറഞ്ഞ അമ്മനോട് എല്ലാവരോടും ജനറലി ചോദിക്കാം, നിങ്ങൾ ഈ പറയുന്ന പൂക്കള് പച്ചക്കറികൾ എല്ലാം ഉണ്ടോ? ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു വളം എന്നൊക്കെ പറയുന്നത്? ഈ ഒരു എന്തൊരുക്കങ്ങളാണ് ചെയ്യുന്നത്? വളം നമ്മള് ആക്ച്വലി സമ്മർ ഇരുന്ന ആ ഒരു ടൈമില്, ഓഗസ്റ്റ് ആ ടൈമിലൊക്കെ മണ്ണ് എല്ലാം മിക്സ് ചെയ്ത് ഇത് മെയിനായിട്ട് ചാണകപ്പൊടി, പിന്നെ ചാണകപ്പൊടി, ചകിരി നാട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരാ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ നിന്നുള്ള കിച്ചൺ വേസ്റ്റുകള് അതൊക്കെ. അത് ശരി. അടുക്കളത്തോട്ടത്തെ കുറിച്ച് എങ്ങനെ അറിയില്ല? അടുക്കളത്തോട്ടത്തിൽ നിന്ന് എന്റെ ഫ്രണ്ട് സ്മിതേച്ചി അറിഞ്ഞു. പിന്നെ ഒത്തിരി ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ടിട്ട് അതിൽ നിന്നും കൂടെ ഒരു പ്രചോദനമായോ? ഇതില് അതെ, ഈ ഒരു കൂട്ടായ്മയിൽ നിന്നാലും നമുക്ക് കൂടുതൽ അറിവും കൂടുതൽ വിത്തുകളും വെറൈറ്റി വിത്തുകള് എല്ലാം അക്യുമുലേറ്റ് ചെയ്ത് ഉള്ള ഒരു ടീം ബിൽഡിംഗ് ആണ്. അമ്മ നാട്ടിലെന്തായാലും നമുക്കൊരു മുറ്റത്തിറങ്ങി അല്ലെങ്കിൽ നമ്മുടെ ഈ കിച്ചൺ ഗാർഡൻ നാട്ടിലുണ്ടല്ലോ. അപ്പൊ ആ ഒരു പരിചയം ഉണ്ടാവുമല്ലോ. നമ്മുടെ നാട്ടിലത്തെ കൃഷി രീതി ഇവിടുത്തെ കൃഷി രീതി നല്ല വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടിൽ എന്തിട്ടാലും ഇങ്ങനെ മുളച്ചു വരുന്ന നല്ലൊരു മണ്ണും വളവും ഒക്കെ ഉള്ളൊരു, അപ്പൊ അത് നല്ലൊരു ചാലഞ്ച്. ഒരു നമുക്ക് അയ്യോ ഇതെങ്ങനെ നമുക്ക് ഇവിടെ ആക്കിയെടുക്കുന്ന അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്ന കാര്യങ്ങൾ അതൊന്നുമില്ല. സന്തോഷമാണ്. ഈ ഒരു മണലാരണ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോകുന്നുണ്ടെങ്കിലും അതെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഫ്ലവേഴ്സിന്റെ ഈ ഫ്ലോറൽ കളക്ഷൻ എത്ര വർഷമായി കൃഷി ചെയ്യുന്നു? നമുക്ക് ലിൻസി നമുക്ക് കൂടുതൽ പരിചയപ്പെടുത്തി തരും അല്ലെ കിച്ചൺ ഗാർഡൻ? 6 വർഷത്തോളമായി ഞാൻ ജസ്റ്റ് കൃഷി ചെയ്യാനായിട്ട്. 6 വർഷമായി. ഈ പൂക്കള് എത്ര വർഷമായി? ഈ പറയുന്ന എല്ലാം കുറേശ്ശെ ചെയ്യുമായിരുന്നു. നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറി, പിന്നെ കുറച്ച് പൂവും അങ്ങനെ അയച്ചല്ലേ. ഇപ്പൊ എല്ലാം മഴ പെയ്തിട്ട് കുറച്ച് കൊളായിട്ട്. അതെ, നമുക്ക് എന്റെ ലൈവ് കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു. നല്ല ഹെവി റെയിൻ ആയിരുന്നു. നമ്മളെല്ലാവരും കണ്ടു. നമ്മളെല്ലാവരും ചായ കുടിച്ചൊന്ന് എൻജോയ് ചെയ്തിട്ടാണ് ബേസിക്കലി ഈ ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്ത് വന്നത്. വേറെ ഒന്നുമല്ല, വലിയ മഴ ആയതുകൊണ്ടാണ്. അപ്പൊ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ
ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് വീടിന്റെ മുറ്റത്ത് ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം ഐക്യയിൽ നിന്നുള്ള ഒരു ബാസ്ക്കറ്റ് അല്ലേ നമ്മളെല്ലാവരും, എനിക്ക് തോന്നുന്നു എന്റെ വീട്ടിലുള്ളതൊക്കെ തന്നെയാണ്. അതെ, നല്ല അഫോർഡബിൾ ആയിട്ടാണ് ബേസിക്കലി നമ്മുടെ അടുക്കളത്തോട്ടം. കാരണം ഐക്യക്ക് ഈ ഒരു ബേസിക്കലി അതിന് നല്ല കച്ചവടം തന്നെ വന്നിട്ടുണ്ട്. ഇപ്പൊ എന്റെ വീട്ടിലായാലും നിങ്ങൾക്ക് ഒരുപാട് കാണാം. അപ്പൊ അങ്ങനെ ഈ വെറൈറ്റി വിത്തുകളൊക്കെ എങ്ങനെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്? ഫ്രണ്ട്സ് ആണോ അല്ലെങ്കിൽ പാക്കറ്റ്സ് വാങ്ങുകയാണോ? പൂവിന്റെ വിത്ത് ഞാൻ അധികം കളക്ട് ചെയ്ത് വെക്കാറില്ല. പിന്നെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന വിത്തുകളും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതൽ നഴ്സറിയിൽ നിന്ന് ചെടികൾ വാങ്ങുന്നതുമായിട്ടുള്ളത് അല്ലേ? ഓ ശരി. കുട്ടികളുടെ ഒക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? കുട്ടികളുടെ സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് മോന്റെ അറേഞ്ച് ചെയ്ത് വെക്കാനാണെങ്കിലും അവർക്ക് ഒരു ഐഡിയാസ് ഉണ്ട്. അത് ശരിയാ. ഓരോ ചട്ടികൾ ഓരോ ലെവലിൽ ഭയങ്കര ക്ലെൻലിനെസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഇതുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗം കണ്ടാൽ അറിയാം. നമുക്കിനി ഫ്രണ്ട് ഭാഗത്തിന്റെ വേറൊരു പോർഷനാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ പൂക്കളാണ് കണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കൂടുതൽ വെജിറ്റബിൾസ് ആണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് വീടിന്റെ മുറ്റാണ് കേട്ടോ. നമുക്കൊന്ന് കവർ ചെയ്ത് കാണാം. സോ സ്റ്റാർട്ട് ഫ്രം ഹിയർ അല്ലേ? ഒരു കുമ്പളം ഇങ്ങനെ പടർത്തിയേക്കാണ് പടർത്തി വിട്ടിരിക്കുന്നു. 1-2 കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. ഇത് ഫ്രണ്ടിൽ നല്ല സ്ഥലമുണ്ട്. ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. സോ ഇറ്റ് ഗോസ് ഫ്രം ഹിയർ. ഇവിടെ നമുക്ക് ക്യാബേജ്, പിന്നെ വഴുതനങ്ങ, തക്കാളി, വെള്ളം കുറച്ച് കെട്ടി നിൽക്കുന്നുണ്ട്. കുളമൊക്കെ ഉണ്ടല്ലോ. പിന്നെ ചെറിയ ആമ്പല്, അമരപ്പയറ്. അപ്പൊ റിയലി അപ്രീഷിയേറ്റ് ചെയ്യാണ് ഈ ഒരു ജോലിയുടെ ഇടയിൽ അല്ലേ? ജോലി ചെയ്യുന്നു, വന്നിട്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കിച്ചൺ ഗാർഡനും. പിന്നെ ഒരു സംഭവം ഉണ്ട്, ഒരു സസ്പെൻസ് ഉണ്ട്. നമ്മളത് കാണാൻ പോവുകയാണ്. അപ്പൊ വീട്ടിലേക്ക് കയറുമ്പോഴാണ് ആ സസ്പെൻസ് ഒക്കെ കാണുന്നത്. സോ നമുക്കിവിടെ തക്കാളികൾ ഒരുപാട് വെറൈറ്റീസ് ആണോ അല്ലെങ്കിൽ എങ്ങനെയാണ്? ഇപ്പൊ നമ്മുടെ അടുക്കളത്തോട്ടത്തിലത്തെ ബെന്നി തോമസ് ഉണ്ട്, ബെന്നി ചേട്ടൻ. അതെ, ബെന്നി ചേട്ടന്റെ കയ്യിൽ എനിക്ക് തോന്നുന്നു 16, 17, 20 തരം ഒക്കെ തക്കാളികളുടെ വെറൈറ്റീസ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനോട് 20 തരം തക്കാളിയോന്നാണ് ചോദിച്ചത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അടുക്കളത്തോട്ടത്തിന്റെ അംഗങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒട്ടനവധി വ്യത്യസ്തമായിട്ടുള്ള വിത്തുകളാണ് പരസ്പരം കൈമാറുന്നത്. അപ്പൊ ഏതാണ് അമ്മ എന്താ പറയുന്നത്? 4 സൈസ് തക്കാളികളാണ്. അപ്പൊ അടുക്കളത്തോട്ടത്തിൽ അംഗമായ സ്ഥിതിക്ക് ഈ 4 എന്നുള്ള നിലയ്ക്ക് ഇനിയിപ്പോ അടുത്ത വർഷം അത് 20 ഒക്കെ ആയിട്ട് മാറട്ടെ അല്ലേ? പിന്നെ ചീര നമുക്ക് എപ്പോഴും തന്നെ കറി വയ്ക്കാൻ കിട്ടാറുണ്ട്. അതെ. കട്ട് ചെയ്തിട്ട് ഇപ്പോ രണ്ടാമത്തെയോ ആയിട്ടുള്ളൂ. അല്ല, ഒത്തിരി നാളായി. എല്ലാ ദിവസവും സമ്മറിൽ നമുക്ക് വിളവെടുക്കാവുന്ന ഒരു സാധനമാണ്. ഇത് കട്ട് ചെയ്ത് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടാണ് കേട്ടോ ഈ ചീരയൊക്കെ. പിന്നെ ഇത് മുളകിലായി വരുന്നേ ഉള്ളൂ. ബാക്കിലുള്ളതിലൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കുക്കുംബർ. ഇത് ബേസിക്കലി ഒരു വിളവൊക്കെ കഴിഞ്ഞാണോ? ഒരു ട്രിപ്പ്? അതെ. മൾട്ടിപ്പിൾ വിളവെടുപ്പിലൊക്കെ കഴിഞ്ഞൊന്നും കുക്കുംബർ. പിന്നെ ഇവിടെ നല്ല വീടിന്റെ ഫ്രണ്ട് വശം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ കൊടുക്കുന്നത്. ഈ പച്ചക്കറികളുടെ ഇടയിലെ പൂക്കൾ കൊടുക്കുന്നതാണ് ഏറ്റവും ഈ പറയുന്ന നമുക്ക് ഹണി ബീസ് വരാനൊക്കെ നല്ലൊരു എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നതാണ് അല്ലെ? കൃഷി അറിവുള്ള ആളുകൾ പറയുന്നതാണ് ഈ പച്ചക്കറികളുടെ ഇടയിൽ ഈ പറയുന്ന പൂക്കളുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഈ എന്താ പറയാ പരാഗണം അല്ലെ അതൊക്കെ നടക്കാനുള്ള ഒരു ബൂസ്റ്റിംഗ്. ബൈ ദ വേ നിങ്ങൾ കുറച്ചു നേരെ കണ്ടിട്ടുള്ളൂ. അടുക്കളത്തോട്ടത്തിന്റെ വലിയൊരു ടീം ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വീടിന്റെ ഉള്ളിൽ കയറാൻ മുമ്പ് നമുക്ക് അവരോടൊക്കെ ഒന്ന് ഹായ് പറയണ്ടേ? യെസ്, അടുക്കളത്തോട്ടത്തിന്റെ ഭാരവാഹികളൊക്കെ എവിടെ? പ്രസിഡന്റ് ഇങ്ങനെ ഒടി പിടിച്ച് നടക്കുക. അപ്പൊ നമ്മുടെ സിറോസ് രവീന്ദ്രൻ ഒരു നാഷണൽ ഡേ ഒക്കെ ഒന്ന് പറഞ്ഞ പ്രസിഡന്റ്. അപ്പൊ നമ്മുടെ അടുക്കളത്തോട്ടത്തിന്റെ ഫസ്റ്റ് വീഡിയോ ഇവിടെ വന്നിരിക്കുകയാണ്. ദയവായി വൈസ് പ്രസിഡന്റ് നിൽക്കുന്നു, ജിറ്റോ ജെയിംസ്. അപ്പൊ സെക്രട്ടറി പിന്നാലെ കൊച്ചിന്റെ പിന്നാലെ ഓടി നടക്കുവാന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഇനി പതുക്കെ വീടിന്റെ ഉള്ളില് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു സസ്പെൻസ്, ആ സസ്പെൻസ് എന്താണെന്ന് ഞാൻ കാണിക്കാൻ പോവാണ്. യെസ്, ഫോളോ. അപ്പൊ ഇവിടെ അതിന്റെ ഒരു ഹിന്റുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വീടിന്റെ മുറ്റത്ത് ഇപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ മുല്ല, പിന്നെ മൈലാഞ്ചി,
ശംഖുപുഷ്പം. അപ്പൊ ഇവിടെ നല്ലൊരു കുഞ്ഞു കിളിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മള് അതൊക്കെ വീടിന്റെ ഉള്ളിലേക്ക് കയറാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ നാളെ നമുക്ക് ഇതൊക്കെ കാണിച്ചു തരേണ്ട ആള് മുന്നേക്ക് നടക്കണം അല്ലേ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം December 25th ക്രിസ്മസ് ഡേ വരവേൽക്കാനായിട്ടാണ് ഈ കുടുംബം കംപ്ലീറ്റ് ഫുൾ സെറ്റപ്പ് ആണ് ഇതിനുള്ളിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ആൻഡ് വി ആർ ഇൻസൈഡ് ദെയർ ഹോം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെൽക്കം ഹാൾ നമുക്ക് ഇത് കാണിച്ചു തരേണ്ടത് തന്നെ ഉണ്ട് കേട്ടോ. നോക്കൂ എത്ര ആർട്ടിസ്റ്റിക്. ഇത് മറ്റാരുമല്ല, നമ്മുടെ താരമാണ്, ലിൻസിയാണ് ഇതിന്റെ ഒക്കെ പിന്നിൽ. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആർട്ട് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു കാഴ്ച വളരെ അട്രാക്റ്റീവ് ആണ്. ഒരുപാട് ആൾക്കാർ കമന്റ്സ് ഒക്കെ അയക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കമന്റ്സ് വായിക്കാം. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നില്ലെങ്കിൽ അതെനിക്കൊരു വലിയ നഷ്ടമായി പോകും. കാരണം എത്ര ആർട്ടിസ്റ്റിക് ആയിട്ടാണ്, ക്രിയേറ്റീവ് ആയിട്ടാണ്. ക്യാൻ യു സീ എ ലൈവ് ഒരു എന്താ പറയുക, ഒരു ഈ ഒരു തീമിന് ലൈവ് ഒരു ഫിഷിനൊക്കെ ഇട്ടിട്ട് ഒരു വാട്ടർ ബോഡി ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രിബാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വീട്ടിൽ കണ്ടിട്ടില്ല കേട്ടോ. സ്പെഷ്യലി ഇവിടെ നിങ്ങളെല്ലാവരും പല ആൾക്കാരും ക്രിയേറ്റീവ് ആണെന്ന് എനിക്ക് അറിയാം. അപ്പോൾ നിങ്ങൾക്കും ഇതൊരു പ്രചോദനമാവട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും ഞാനിതൊക്കെ ഷെയർ ചെയ്യേണ്ടതല്ലേ. അപ്പോൾ കണ്ടോ, ഇത് കംപ്ലീറ്റ് വ്യൂ ഞാൻ കാണിച്ചു തരാമേ. ആൻഡ് സി ഇതില് നമ്മൾ പലരും ചെയ്യുന്ന തന്നെയാണ്. ഇത് റാഗിയാണ് അല്ലേ ലിൻസി? റാഗി പാവിട്ട് ഇങ്ങനെ മുളപ്പിച്ചിരിക്കുന്നത് പലരും ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ അത് നമുക്കിത് വീടിന്റെ ഉള്ളിലാണ് ഇവരെ ചെയ്തിരിക്കുന്നത്. എത്ര ബ്യൂട്ടിഫുൾ ആണ്. ഞാനൊരു ഫുൾ വ്യൂ ദൂരേന്ന് കാണിച്ചു തരാമേ. ആൻഡ് ഹിയർ ഇറ്റ് ഗോസ്. അപ്പൊ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ ക്രിസ്മസ് ആഘോഷിക്കാൻ ഇങ്ങോട്ട് വരാൻ പോവാണ്. ഇപ്പോഴേ പറഞ്ഞു വയ്ക്കുക. അപ്പൊ ഒരു ഗ്രീനറിയും ഒക്കെ കൊടുത്തിട്ടാണ് ഒരു ഇന്റീരിയർ. ഗ്രീനറി മാത്രമല്ല, വളരെ ആളൊരു അടിപൊളി ആർട്ടിസ്റ്റ് ആണ് കേട്ടോ. നോക്കൂ, ഇത് ഞാൻ കാണിച്ചു തന്നില്ലെങ്കിൽ നിങ്ങൾ പലരും കഴിവുണ്ട്, പക്ഷെ നമ്മൾ എല്ലാവരും ഇങ്ങനെ ഒതുങ്ങിക്കൂടുക. നോ, യു ഹാവ് ടു വർക്ക്, യു ഹാവ് ടു ഡു ഓൾ ഓൾ കൈൻഡ് ഓഫ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. അതുപോലെ കുട്ടികളെ എൻഗേജ് ചെയ്യുക, എന്റർടൈൻ ചെയ്യുക. അപ്പൊ ഇത് കുട്ടികൾക്കും ഇതില് മോൻ എന്താ വർക്ക് ചെയ്തേ ഒന്ന് പറഞ്ഞേ, ആന്റിനോടൊന്ന് പറഞ്ഞേ. രൂപങ്ങളൊക്കെ വരച്ചു, പെയിന്റിങ് ചെയ്തു. ഈ കല്ലൊക്കെ ഒട്ടിച്ചതാരാ? കണ്ടോ, ചേച്ചിയും ഇതാ ഈ ഈ വീട്ടിലത്തെ കുരുന്നുകളാണ്. ഇതിന്റെ ഒരു ദ ഹോൾ ഫാമിലി വാസ് എൻഗേജ് ഇൻ മേക്കിംഗ് ദിസ്. ഇതിൽ തന്നെ ഒന്നും പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടില്ല. ആൻഡ് ഹിയർ വി ഗോ സം ഇന്റേണൽ ആർട്ട് വർക്ക്സ് ഹിയർ. അപ്പൊ കാണിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി അടുക്കളത്തോട്ടത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയയിൽ പോകണം അല്ലേ. സോ ലെറ്റ്സ് ഗോ ദേർ. അപ്പൊ നമുക്ക് വഴി കാണിച്ചു തരുന്ന മറ്റാരുമല്ല, നമ്മുടെ ഈ വീടിന്റെ ഗൃഹനാഥയാണ്. അപ്പൊ നമുക്ക് വേഗം ഈ വീടിന്റെ പുറകിലോട്ട് അങ്ങ് പോവാം. ഹംസ വാടാനപ്പള്ളി സൂപ്പർ ഗാർഡൻ. ഹംസക്ക നമ്മുടെ വീഡിയോക്ക് വന്നില്ല കേട്ടോ. കലാ തോമസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ലിൻസി. കലാ തോമസ്. അതുപോലെ ശ്രുതി ദേവ് പറഞ്ഞിട്ടുണ്ട് നൈസ് ഗാർഡൻ ലിൻസി. ഒരു ഹായ് പറഞ്ഞേ സ്മൃതിക്ക്. അപ്പോ മീന ഫിലിപ്പ് എന്റെ അറിവിൽ ആളിപ്പോ US-ലിരിക്കുന്നത്. ഇതിനൊക്കെ സമയം എങ്ങനെ കിട്ടുന്നു? ഗുഡ് എഫേർട്ട് എന്നാണ് മീന ഫിലിപ്പ് പറഞ്ഞിരിക്കുന്നത്. ആബിദ ജലീൽ പറഞ്ഞിരിക്കുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടെന്ന്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ലോകത്തിന്റെ പല ആൾക്കാരും പല സ്ഥലത്തുനിന്നൊക്കെ നിന്ന് കാണുകയാണ്. ഒരു അപ്രിസിയേഷൻ നമുക്ക് ലഭിക്കുന്നു ലൈവായിട്ട്. ആൻഡ് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ചെമ്പരത്തി അല്ലേ? ചെമ്പരത്തി, ചുവന്ന ചെമ്പരത്തി പിള്ളേർക്ക് താളിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ ഒരെണ്ണം സ്മിത ചേച്ചി തന്നതുണ്ട്. ശരി. വെണ്ടയ്ക്ക കുറച്ച് കുറവാണ്. നമുക്ക് സാമ്പാറിലൊക്കെ ഇടാനുള്ളതൊക്കെ കിട്ടുന്നുണ്ട്. കോവല് ഉണ്ടാവാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതെ കോവല് നല്ല കിളിന്ത് വരുന്നതായിട്ട് വരുന്നല്ലേ. അതെ ഇത് നമുക്ക് കാണാം. ഇത് ഇന്നത്തെ ലൈറ്റിന്റെ ഒരു ചെറിയൊരു ചാലഞ്ച് ഉണ്ട് കേട്ടോ. അതെ കണ്ടോ, കോവല് കണ്ടോ, ചെറിയൊരു ചാലഞ്ച് ഉണ്ട്. പക്ഷെ എന്നാലും കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് പപ്പായ, കപ്ലങ്ങ, പിന്നെ മാവ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇപ്പൊ കുറച്ച് ഇലയൊക്കെ വെച്ച് കരിഞ്ഞു നിൽക്കുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ ചോദ്യങ്ങൾ, അതെ അടുക്കളത്തോട്ടത്തിലുള്ള ഈ ഒരു എക്സ്പേർട്സിനുള്ള ഒരു ചോദ്യമാണ്. ആ ഒരു മാവിന്റെ ഇലകൾക്കുള്ള ഒരു മഞ്ഞപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക, അതിനുള്ള പ്രതിവിധി പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ഇത് വായിക്കുന്ന കാണുന്ന എല്ലാവർക്കും ഒരു അറിവ് ലഭിക്കട്ടെ. അപ്പൊ നമുക്ക് മുന്നോട്ട് നമുക്ക് നടന്ന് കാണിച്ചു തരിക. ചേമ്പ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടതാണ്. നല്ലൊരു എഫേർട്ടൊക്കെ എടുത്തിട്ടാണല്ലേ നമ്മൾ ഓരോരുത്തരും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറയുന്നത്. വാഴയിരിക്കുന്നു. അപ്പൊ ഇതൊന്നും ഇവിടെ ഒന്നും മാറ്റി നടാനുള്ള ഒരു
സംവിധാനം ഇല്ല, ബേസിക്കലി ടൈലുകളാണ് അല്ലേ? ടൈലായതുകൊണ്ട് പിന്നെ കുറച്ച് സ്ഥലത്ത് നമ്മൾ മണ്ണിട്ടിട്ട് ചെയ്തിട്ടുണ്ട്. വാഴ നടാനുള്ള ഒരു ഇതില്ല. അതെ അതെ. അപ്പൊ നമുക്ക് കാണുന്നവർക്കായിട്ടുള്ളൊരു ചോദ്യം ഉണ്ടല്ലേ, കാണുന്നവർക്കായിട്ടുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, നമ്മൾ ഇതിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ആ ക്വസ്റ്റ്യന് ഉത്തരം കമന്റ് ആയിട്ട് എഴുതുക, ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വാളിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഒരു വിന്നറിനെ സെലക്ട് ചെയ്യുന്നതാണ്. അടുത്ത ലൈവ് വീഡിയോയില് നമ്മൾ ആ വിന്നറിനെ പറയുന്നതാണ്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒരു മിടുക്കി കുട്ടി വിടുന്നത് വന്നേ, പേരൊക്കെ ഒന്ന് പറഞ്ഞേ. എന്റെ പേര് ജിസ. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, ഖത്തർ എൻവയോൺമെന്റ് ഡേ എന്നാണ്? ഖത്തർ എൻവയോൺമെന്റൽ ഡേ എന്നാണ് അല്ലെ? ഒരു അടിപൊളി ക്വസ്റ്റ്യനാ, തീർച്ചയായിട്ടും നമ്മൾ ചോദിക്കേണ്ടതാണ് അല്ലെ? കിച്ചൺ ഗാർഡനിൽ കാണുന്ന അല്ലെങ്കിൽ കൃഷിയെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ സ്പെഷ്യലി ഖത്തറിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഖത്തറിന്റെ ഈ ഒരു ദിവസത്തെ പറ്റി അറിയണ്ടേ? സോ മേക്ക് ഷുവർ ദാറ്റ് യു കമന്റ് ഹിയർ ആൻഡ് ബി ദ വിന്നർ. യെസ്, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. തക്കാളി 2 വെറൈറ്റി ഉണ്ട് ഇവിടെ. കുമ്പളങ്ങ, പടവലം ഇതെല്ലാം കയറി വരുന്ന. എങ്ങനെയാണ് ഈ ഒരു വെയിലിന്റെ ഒരു ചാലഞ്ച് ഉണ്ടോ? ഇല്ല, വെയില് നല്ല പോലെ ഉണ്ട് അല്ലേ? എല്ലാം ഇപ്പൊ ഒന്ന് കയറി വരുന്നേ ഉള്ളൂ ഈ സൈഡ് ഇതൊക്കെ. നല്ലൊരു ഗ്യാപ്പ് ഒക്കെ കൊടുത്ത് നല്ല ക്ലെൻലിനെസ്സോട് കൂടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. മഴ പെയ്തുകൊണ്ട് കുറച്ച് ചെടിയൊക്കെ കിടക്കുന്നുണ്ട്. ഇത് മോൻ നട്ടതാണ്, ഈ ഉള്ളി പൊട്ടറ്റോ ഒക്കെ അവന്റെ വകയാണ്. ആള് ഭയങ്കര കെയറിംഗ് ആണ്. അതെ അതെ, വളരെ ശ്രദ്ധയുള്ള ഒരു കുട്ടിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ബോട്ടിൽ ഗാർഡൻ ഉണ്ട് നമുക്കിവിടെ. പിന്നെ എല്ലാം ആയി വരുന്നേ ഉള്ളൂ. കുമ്പളങ്ങ, പിന്നെ ബേസിക്കലി നമ്മുടെ വീട്ടിലേക്കുള്ള എല്ലാ പച്ചക്കറികളും ഉണ്ട്. ഞങ്ങൾക്ക് ഒരു ഒക്ടോബർ തൊട്ട് ഒരു ഫെബ്രുവരി വരെ ടൈമിലൊന്നും വെജിറ്റബിൾ പിന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാന്നുള്ള ഒരു കാര്യം ഇതുവരെ സ്റ്റോർ ചെയ്തിട്ടില്ല. ഉള്ളത് നമ്മൾ പിന്നെ ഫ്രണ്ട്സിനും അതുപോലെ അടുത്തുള്ളവർക്കും എല്ലാം അങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്. അല്ല, നമുക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുവായിരുന്നേ ഈ ഒരു ലൈവില്. കുറെയൊക്കെ വിളവെടുത്തു, എന്നാൽ കുറച്ച് നമ്മൾ വെക്കാന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണ്ടി വെച്ചിരിക്കുവാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. കാലാവസ്ഥ പതുക്കെ ഇരുണ്ട് തുടങ്ങുന്നുണ്ട് വീണ്ടും. അപ്പൊ അതിനുള്ളിൽ നമ്മൾ കവർ ചെയ്ത് വരുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ലൈറ്റിന്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ടെന്ന് അറിയാം, എങ്കിൽ കൂടി കാണാൻ പറ്റുമെന്ന് തന്നെ വിചാരിക്കുന്നു. ഇവിടെ അലോവേര ഉണ്ട്, പിന്നെ അതുപോലെ പനിക്കൂർക്ക. അതെ അതെ. കുമ്പളങ്ങ, ഇതൊരു പ്രത്യേക ടൈപ്പ് കുമ്പളങ്ങയാണ്. നല്ല നീണ്ട കുമ്പളങ്ങ, നമുക്ക് സാധാരണ ഉരുളിരിക്കുന്ന കുമ്പളങ്ങ. അതെ അതെ അതെ, ടൈപ്പ്. ശരി. കുറെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു സൈഡ് കൂർത്ത് വരുന്ന. കുറെ ഉണ്ടായിരുന്നു. ഇത് ഒരു തണ്ടിൽ നിന്നുള്ള കുമ്പളങ്ങ ഇത് ഫുള്ള്. അത് ശരി. പിന്നെ അത്യാവശ്യം നല്ലൊരു ബാക്ക് യാർഡ് ഉണ്ട് കേട്ടോ അവർക്ക്, നല്ലൊരു ബാക്ക് യാർഡ് ഉണ്ട്. അത് അതുപോലെ തന്നെ നല്ലൊരു സ്ട്രോങ് പന്തലൊക്കെ കൊടുത്ത് നല്ലൊരു എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു കുടുംബം ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാക്ക് യാർഡ് കിച്ചൺ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും കിച്ചണിൽ നിന്നാണ് നമ്മൾ പുറകിലേക്ക് ഇറങ്ങുന്നത്. ഇതാണ് യഥാർത്ഥ ഒരു കിച്ചൺ ഗാർഡൻ അല്ലേ? ഇത് ഇവിടെ നമ്മുടെ കറിവേപ്പ് ഉണ്ട്. കറിവേപ്പ് മെയിൻ ആയിട്ട് ഞാൻ നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് മാത്രം തന്നെ കൊടുക്കാറ്. പിന്നെ അതുപോലെ ഫിഷ്, നമ്മുടെ മീനിന്റെ ഒക്കെ വേസ്റ്റുകളും അതുപോലെ മണ്ണിന്റെ ചോട്ടിൽ അങ്ങ് കുഴിച്ചിട്ട് കറിവേപ്പിലൊന്നും ഒരിക്കലും വാങ്ങിക്കേണ്ട അവസ്ഥയില്ല. ഇത് കട്ട് ചെയ്യുന്നതോറും നല്ല പന്തലിച്ച് വരും. ഒരുപാട് ടോപ്പിലേക്ക് പോകാനും അനുവദിക്കുന്നില്ല അല്ലെ? ടോപ്പ് കട്ട് ചെയ്ത് നിർത്തിയിട്ടാണ്. അത് അത്യാവശ്യം ഒരു ടബില് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അതിന് നല്ല വേര് പടരാനും ഈ പറയുന്ന നല്ലൊരു അതിന് മാത്രം ഒരു സ്പേസ് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് നല്ല നമുക്ക് കണ്ടാൽ അറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് മത്തങ്ങ ഇതില് പടർന്നു വന്നിട്ടുണ്ട്, കായ ആയിട്ടില്ല. ഇവിടെയാണ് ബേസിക്കലി വിളവെടുക്കാതെ വെച്ചിരിക്കുന്ന സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല അല്ലെ? പടവലങ്ങ, പിന്നെ കൈപ്പയ്ക്ക. പടവലങ്ങയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. പാവയ്ക്ക കുറെ പ്രാവശ്യങ്ങൾ പറിച്ചായിരുന്നു. അതെ അല്ലെ? നിൽക്കുന്നുള്ളൂ. ഒരു ടൈപ്പ് പാവയ്ക്ക അല്ലെ? വെള്ള പാവയ്ക്ക നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ. പാവയ്ക്ക ഇവിടെ ഫുള്ള് പാവയ്ക്കാണ്. അതെ, കുറച്ച് ഇരുട്ട് പോലെയാണോ അതോ നമ്മള് കുറച്ച് ലൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ രണ്ട് മുരിങ്ങ ഒരെണ്ണം പൊട്ടിയും പിന്നെ ഒരെണ്ണം നിലത്ത് വെച്ചിട്ട് അത്യാവശ്യം നന്നായി വളർന്നായിരുന്നു. ഇപ്പൊ കാറ്റുകൊണ്ട് ചെറിയൊരു സ്പേസ് ഇവിടെ നമുക്ക് മണ്ണിന്റെ നമ്മള് ടൈല് മാറ്റിയിട്ട് ആക്കി എടുത്തതാ. പിന്നെ അതുപോലെ ഈ കറിവേപ്പാണെങ്കിലും നമുക്ക് അത്യാവശ്യം അതെ ഇവിടെ മണ്ണിൽ ഡയറക്റ്റ് ആകുമ്പോ ഒരു ഹെൽത്തി ആയിട്ടുള്ള
പേരുണ്ട് ഉണ്ട്, നമുക്ക് 3 പേരുണ്ട്. 3 പേരുണ്ടല്ലേ? അപ്പൊ നമുക്ക് ക്രിസ്മസിന് വരാൻ മുട്ട കിട്ടാറുണ്ട് നമുക്ക്. ശരി. നമ്മളെ വീഡിയോ അടുത്ത് ചെന്നപ്പോ അവരവരെ പ്രസൻസ് അറിയിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കോവല് ഇവിടെയും കോവലെല്ലാം നിൽക്കുന്നത്, അതിലും കായായി വരുന്നേ ഉള്ളൂ. വളരെ എന്താ പറയാ നല്ലൊരു കിച്ചൺ ഗാർഡൻ ആണ് ലിൻസി ഒരു ബിസി ലൈഫിൽ അല്ലെ. ഇവിടെ കുറച്ച് ചെറിയ ആൾക്കാരുണ്ട് കേട്ടോ. അവിടെ മുട്ട ഇട്ടുണ്ട്. നമുക്ക് വേണ്ടി ലൈവ് എത്തിയിരിക്കുകയാണ്. ഇഷ്ടമാണോ കാടമുട്ട? ലൈവ് ഫ്രഷ് എടുത്തു തന്നിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ഒരു കിച്ചൺ ഗാർഡന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അല്ലേ? ഇതിലൊരു ഹാപ്പിനെസ്, ഭയങ്കര ഹാപ്പിനെസ് ആണ്. ഓർഗാനിക് ആയിട്ട് നമുക്ക് ഒന്നും വിഷമില്ലാത്ത പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതെ. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് ഹെൽത്ത് ഹാപ്പിനെസ് ഒക്കെയാണ് അല്ലെ നമുക്ക് ഇതിന്റെ ഒരു. എത്ര സ്ട്രെസ് ഉണ്ടെങ്കിൽ പോലും നമ്മളിപ്പോ നമ്മുടെ ഗാർഡനിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് അതെല്ലാം റിലാക്സ് ചെയ്യാനുള്ള ഒരു ബേസിക്കലി നമ്മൾ ഈ പ്രവാസികൾക്ക് പറ്റുന്ന ആൾക്കാർക്ക് ചെറിയ രീതിയിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഒരു ചട്ടിയിൽ വെച്ചാലും മതി. അതൊക്കെ ചെയ്യാം. കുട്ടികളായാലും ഒരു ഇൻട്രസ്റ്റ് കാണിക്കാൻ ഒരു ഇല വന്നു, അത് വലുതായോ എന്നൊക്കെ കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ അല്ലേ. അപ്പൊ അതും നമ്മുടെ അടുക്കളത്തോട്ടം ദോഹ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ വർഷം നമ്മള് സ്കൂളുകളെ, എല്ലാ ഇന്ത്യൻ സ്കൂളുകളെ നമ്മൾ ഒരുമിപ്പിച്ചിട്ട് കുട്ടികളെ, താല്പര്യമുള്ള കുട്ടികൾക്കായിട്ട് ചെടി ഒക്കെ നമ്മൾ തൈകൾ വിതരണം ചെയ്തിട്ട് അവർക്കായിട്ട് ചെറിയൊരു മത്സരം. അത് മറ്റൊന്നുമല്ല, മത്സരം എന്ന് നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിലും കുട്ടികളിലെ ഒരു കൃഷിയുടെ താല്പര്യം വളർത്തിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ്. അപ്പൊ അതിന്റെ ഭാഗത്തിലായിട്ടുള്ള ഫോട്ടോസ് ഒക്കെ നമ്മൾ വൈകാതെ പോസ്റ്റ് ചെയ്യുന്നതാണ്. യു ക്യാൻ കീപ് വാച്ചിങ് ഓൾ ദോസ് ഫോട്ടോസ്. അപ്പൊ നമ്മുടെ അടുക്കളത്തോട്ടം ദോഹയിലെ അടുത്ത വീഡിയോസും ഈ വീഡിയോസ് ഒക്കെ അടിപൊളിയായിട്ട് കാണുക, ആക്റ്റീവായിട്ട് നിൽക്കുക. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പൊ നമുക്കൊരു ബിഗ് ബൈ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമുക്ക് ഇത് ഇച്ചിരി ഇരുട്ടാണേ, നമുക്ക് ലൈറ്റിൽ പോയിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഈ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങോട്ട് ലൈറ്റിലേക്ക് പോയിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഈ ഒരു കുടുംബത്തിന് നമ്മുടെ അടുക്കളത്തോടും ദോഹ ഈ ഒരു സമയം തന്നതിൽ, ഈ ഒരു ഗാർഡൻ നമുക്ക് മറ്റുള്ളവർക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഈ ഒരു സമയം തന്നതില്, ഈ ഒരു എഫേർട്ട് എടുത്തതിലൊക്കെ ബിഗ് താങ്ക്സ് അറിയിക്കുന്നു. അപ്പൊ നമ്മൾ ഇത്തിരി വെളിച്ചത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു നാട്ടില് കാണുന്ന പോലെ അല്ലെ, നമുക്ക് വാഴ ഇരിക്കുന്നു, ചേമ്പ്, കപ്പയ്ക്ക, ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ചെമ്പരത്തി ഇരിക്കുന്നു. തൊണ്ടയ്ക്ക് ഒരു കിച്ചൊക്കെ ഉണ്ട്, അതിന്റെ ഇടയിൽ ക്ഷമിക്കുക. അപ്പൊ നമുക്കൊരു ബിഗ് ബൈ വന്ന് അവസാനിപ്പിച്ചാലോ? ബാക്കി എല്ലാവരും ഉള്ളിലായിരിക്കും. നമുക്കല്ലെങ്കിൽ അവിടെ പോയിട്ട് വൈൻഡപ്പ് ചെയ്യണോ? അല്ലെങ്കിൽ ഇവിടെ മതി അല്ലേ? നമുക്ക് ഇത്തിരി ലോങ് വീഡിയോ ഒന്നും ആക്കണ്ട. അപ്പോ അടുത്ത വീഡിയോയില് നമുക്ക് ഇതിലും അടിപൊളിയായിട്ട് ഓരോരുത്തരെയും വീഡിയോസും വീടുകളും കിച്ചൺ ഗാർഡൻസും ഒക്കെ നമുക്ക് കാണാം. സോ till then, big bye. Bye.